നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പളയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരണപ്പെട്ട സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നാട്. കണ്ണൂർ വാരം സ്വദേശിനിയായ ഷാഹിനയാണ് മരിച്ചത്. LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ UDF നേതൃത്വത്തിൽ കരിങ്കൊടിയേന്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അപകട ഭീഷണി ഉയർത്തി പടന്ന ഇടച്ചാക്കൈ IT തീരദേശ റോഡിലെ കലുങ്ക്. നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കലുങ്കിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. സഫയർ ഫ്യൂച്ചർ അക്കാദമി നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ SU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. ശക്തമായ മഴയിൽ കാസർഗോഡ് മതിലിടിഞ്ഞു വീണു. ചെമ്മനാട് മുത്തനാട് M നാരായണൻ നായരുടെ വീട്ടിലേക്കുള്ള റോഡിനായി നിർമ്മിച്ച മതിലാണ് ഇടിഞ്ഞു വീണത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പളയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരണപ്പെട്ട സംഭവത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. കണ്ണൂർ വാരം സ്വദേശിനിയായ ഷാഹിനയാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്ന് 9 വയസ്സുള്ള രോഗിയായ മകൾ റിയ ഫാത്തിമയെയും മറ്റ് ബന്ധുക്കളെയും കൊണ്ട് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് ഉപ്പള ദേശീയപാതയിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ വാഹനാപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും വാരം സ്വദേശിനിയായ ഷാഹിനയുടെ 9 വയസ്സുള്ള രോഗിയായ മകൾ റിയ ഫാത്തിമയെയും മറ്റ് ബന്ധുക്കളെയും കൊണ്ട് മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഷാഹിനയെ ഉടൻ തന്നെ മംഗളൂരുവിലെ ദേർലക്കട്ടെ ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷാഹിനയുടെ മകൾ റിയ ഫാത്തിമ, സഹോദരി ഷാജിനയുടെ അനന്തരവൻ അസീവ്, ആംബുലൻസ് ഡ്രൈവർ അക്രം എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷാഹിനയുടെ മറ്റൊരു അനന്തരവനായ അനസ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യുവജന വിഭാഗമായ സുന്നി യുവജന സംഘത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കനത്ത മഴയാണുണ്ടായത്. റോഡിൽ തെന്നി കാറിൻ്റെ നിയന്ത്രണം വിട്ടതാണ് ആംബുലൻസുമായി കൂട്ടിയിടിക്കുവാൻ കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആംബുലൻസും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് പിന്നിലുണ്ടായ 3ഓളം വാഹനങ്ങളും നിയന്ത്രണം തെറ്റി തമ്മിലിടിച്ചു. പരിസരവാസികളാണ് ഓടിക്കൂടി അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി. പോലീസ് എത്തി വാഹനങ്ങൾ നിയന്ത്രിച്ചതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ശക്തമായ മഴയിൽ കാസർഗോഡ് ചെമ്മനാട്ട് മതിലിടിഞ്ഞു വീണു. ചെമ്മനാട് മുത്തനാട് M നാരായണൻ നായരുടെ വീട്ടിലേക്കുള്ള റോഡിനായി നിർമ്മിച്ച മതിലാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കാസർഗോഡ് ശക്തമായി തുടരുന്ന മഴയിൽ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. കനത്ത മഴയിൽ കാസർഗോഡ് ചെമ്മനാട്ട് മതിലിടിഞ്ഞു വീണ് വൻ നഷ്ടമുണ്ടായി. ചെമ്മനാട് മുത്തനാട് M നാരായണൻ നായരുടെ വീട്ടിലേക്കുള്ള റോഡിനായി നിർമ്മിച്ച മതിലാണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വർഷങ്ങളായി വഴിയില്ലാതെ ദുരിതമനുഭവിച്ച ഈ കുടുംബത്തിന് നിയമ പോരാട്ടത്തിനൊടുവിൽ കിട്ടിയ സ്ഥലത്തുകൂടി ചെറിയ റോഡുണ്ടാക്കുവാനുള്ള പ്രവൃത്തി ആരംഭിച്ചിരുന്നു. താഴ്ചയുള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തി തറ നിരപ്പാക്കിയാണ് റോഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. കോൺക്രീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് കല്ലുകെട്ടിയാണ് ഇതിനായി മതിൽ പണിതത്. എന്നാൽ ശക്തമായ മഴയിൽ ഇത് തകരുകയായിരുന്നു. റോഡിന്റെ മതിൽ തകർന്നതോടെ വീട്ടിലേക്കുള്ള വഴിയുൾപ്പെടെ ഇല്ലാതായിരിക്കുകയാണ് ഈ കുടുംബത്തിന്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ UDF കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കരിങ്കൊടിയേന്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. सरकार
LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനമായ മെയ് 20-ന് UDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റി കരിങ്കൊടിയേന്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം UDF ജില്ലാ ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനവിരുദ്ധ നിലപാടുകളും അഴിമതിയും തന്നെയാണ് 4ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന 2ാം പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വജന പക്ഷപാതവും ജനദ്രോഹ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരായി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള തിരിച്ചടി നൽകുമെന്ന വാഗ്ദാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെയുള്ള കരിദിന പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. കാസർഗോഡ് നിയോജക മണ്ഡലം ചെയർമാൻ മാഹിൻ കേളോട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കെ ഖാലിദ് സ്വാഗതം പറഞ്ഞു. എ അബ്ദുറഹ്മാൻ, NA നെല്ലിക്കുന്ന് MLA, കെ നീലകണ്ഠൻ, അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ, PA അഷ്റഫ് അലി, നാഷണൽ അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, ഹാരിസ് ചൂരി, TM ഇക്ബാൽ, R ഗംഗാധരൻ, TE മുക്താർ, S മുഹമ്മദ് കുഞ്ഞി, KM ബഷീർ, അബ്ബാസ് ബീഗം, ഹമീദ് പൊസലിഗെ, G നാരായണൻ, അഡ്വക്കേറ്റ് സാജിദ് കമ്മാടം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ SCU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിൽ നടത്തിയ പ്രതിഷേധ സംഗമം സംസ്ഥാന ട്രഷറർ നാസർ നങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ SCU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഇടത് സർക്കാരിന്റെ 4ാം വാർഷിക ദിനം വഞ്ചനാ ദിനമായി ആചരിച്ചു. വഞ്ചനാ ദിനത്തിന്റെ ഭാഗമായി കളക്ടറേറ്റ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. SCU സംസ്ഥാന ട്രഷറർ നാസർ നങ്ങാരത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും സമരത്തിലാണ്. ഈ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തിയിട്ടാണോ ഈ 6 ലക്ഷം കോടി ചെലവഴിച്ചത് എന്നുള്ള ചോദ്യം നമ്മൾ ഒരു വിഭാഗം ജനങ്ങൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയാത്ത തരത്തിൽ ദിനേന സാധന സാമഗ്രികളുടെ വിലകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെ കടുത്ത നിരാശ ഏർപ്പെടുത്തി അവസാന നിരാശ എത്തി നിൽക്കുന്ന ഞാൻ കരുതി നമുക്ക് മാത്രമേ ഉള്ളൂ നിരാശ. ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി OM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TA സലീം, ബിരു P മുഹമ്മദ്, സ്റ്റേറ്റ് കൗൺസിലർമാരായ മുഹമ്മദ് അലി KNP, നൌഫൽ നെക്രാജെ എന്നിവർ സംസാരിച്ചു. മുസ്തഫ KA, അഷ്റഫ് ചെറുക്കള, അഷ്റഫ് കല്ലിങ്കാൽ, അസൈനാർ ഹിദായത്ത് നഗർ, നജീബുദ്ദീൻ വടകര, അബൂബക്കർ, സർഫറാസ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി OM ഷിഹാബ് സ്വാഗതവും ട്രഷറർ P സിയാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാലപ്പാട് ഫർണിച്ചറുമായി സഹകരിച്ചുകൊണ്ട് ഇശൽ മഴ മാപ്പിള കലാമേള സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാലപ്പാട് ഫർണിച്ചറുമായി സഹകരിച്ചുകൊണ്ട് ഇശൽ മഴ മാപ്പിള കലാമേള സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് നൌഷാദ് ആലിച്ചേരി പതാക ഉയർത്തി പരിപാടിക്ക് ആരംഭം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ചെമ്മനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ ഒരു തലമുറ മാറ്റമാണ് നടന്നത്. ഇപ്പോൾ ഇവിടെ ക്ലബ്ബ് ഭാരവാഹികളെ പറ്റി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അവരിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും അവർ ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നത് അത് എത്രത്തോളം ഫിൽറ്റർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്ന് നമ്മളിപ്പോൾ അവരുടെ പെർഫോമൻസിൽ നമ്മൾ മനസ്സിലാക്കി. ജനറൽ സെക്രട്ടറി ഹാഫിസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഷാഫി നാലപ്പാട്, ബദറുൽ മുനീർ, അമീർ പാലോത്ത്, അബ്ദുള്ള പാലോത്ത്, നൌഫൽ റിയൽ, ഇക്ബാൽ സുൽത്താൻ, മൊയ്തീൻ മാരിയോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഷാഫി കൊല്ലം, കണ്ണൂർ സീനത്ത്, സുറുമി വയനാട് തുടങ്ങിയവർ ഇശൽ മഴ കലാസന്ധിക്ക് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച LDF സർക്കാർ കോടികൾ മുടക്കി വാർഷികാഘോഷ പരിപാടികൾ നടത്തിവരുന്നുവെന്നതിൽ പ്രതിഷേധിച്ച് നിയോജക മണ്ഡലം തലത്തിൽ UDF കരിദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല കരിദിനാചരണം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ മാമാങ്കങ്ങൾക്കായി കോടികൾ പൊടിക്കുമ്പോൾ അതിന്റെ 25% തുക മാറ്റിവെച്ചിരുന്നെങ്കിൽ കേരളത്തിലെ നൂറുകണക്കിന് പാവപ്പെട്ടവർക്ക് കിടപ്പാടമൊരുങ്ങുമായിരുന്നുവെന്ന് കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെയും ആശാവർക്കർമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ധാർഷ്ട്യം കാട്ടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നാഷണൽ ഹൈവേ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ മേഖലകളിൽ താറുമാറായ അഴിമതിയുടെ കൂത്തരങ്ങാണ് ആ നാഷണൽ ഹൈവേ. അപ്പോൾ ഇത്രയും മോശമായ, അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് നാണം വേണം കുറച്ചൊക്കെ. കേരളത്തിലെ ആശാവർക്കർമാർ, നമുക്കറിയാം, ആശാവർക്കർമാർ കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി ആരംഭിച്ച സമരം, ആ സമരത്തിന്റെ 100ാമത്തെ ദിനമാണ് ഇന്ന്. ആ സമരത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ അവഹേളിക്കുന്ന, സമരം ചെയ്യുന്നവരെ അവഹേളിക്കുന്ന ഒരു തൊഴിലാളി വിരുദ്ധ സർക്കാരിന്റെ ഒരു മുഖമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC നിർവാഹക സമിതി അംഗം ശാന്തമ്മ ഫിലിപ്പ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, CMB കൺട്രോൾ കമ്മീഷണർ ചെയർമാൻ VK രവീന്ദ്രൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ്, DCC ജനറൽ സെക്രട്ടറി ടോമി പ്ലാച്ചേരി, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, P. അടിയോടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. യാത്രാ ബസ്സുകൾ ഉൾപ്പെടെ നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കലുങ്കിന്റെ അടിഭാഗം തകർന്നത് പടന്ന എടച്ചാക്കൈ ആയിറ്റി തീരദേശ റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്നു. എടച്ചാക്കയിൽ നിന്നും ആയിറ്റി വഴിയുള്ള പൊതുമരാമത്ത് റോഡിലെ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലുള്ളത്. 35 വർഷം മുൻപ് നിർമ്മിച്ച കലുങ്ക് അപകട ഭീഷണിയിലായിട്ട് 3 വർഷത്തിലധികമായി. കലുങ്കിന്റെ അടിഭാഗത്തെ സ്ലാബിന്റെ കമ്പികൾ തുരുമ്പിച്ച് പൊട്ടി തൂങ്ങിയ നിലയിലാണുള്ളത്. സിമന്റ് ഭാഗങ്ങൾ അടർന്ന് തോടിലേക്ക് വീഴാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എടച്ചാക്കൈ ആയിറ്റി തീരദേശം വഴിയുള്ള റോഡിലൂടെ 20ഓളം ബസ്സുകളും നൂറുകണക്കിന് വാഹനങ്ങളുമാണ് കടന്നുപോകുന്നത്. കലുങ്കിന്റെ തകർച്ച ചൂണ്ടിക്കാട്ടിയുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2.5 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കലുങ്കിന്റെ അപകട ഭീഷണിയും കാലപ്പഴക്കവും പരിശോധിച്ചിരുന്നു. തുടർന്ന് നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ലാബൊക്കെ തകർന്ന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലം നിലനിൽക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളും 20-25 ബസ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മെയിൻ റോഡിലാണ് ഈ കലുങ്ക് നിൽക്കുന്നത്. ഇത് ഇന്ന് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്തും നാട്ടുകാരൊക്കെ കൂടിയിട്ടുള്ള ക്ലീനിങ് പദ്ധതിയിൽ നിരീക്ഷിച്ച സമയത്താണ് ഇതിൻ്റെ അടിവശം ഇത്രയും അപകടകരമായ അവസ്ഥയിലാണ് കാണുന്നത്. ഇത് എത്രയും പെട്ടെന്ന് PWD വകുപ്പ് ഇതിൻ്റെ നടപടിയായിട്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ 2 വർഷം മുമ്പ് എല്ലാ PWD എഞ്ചിനീയർ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം സമർപ്പിച്ചതാണ്. ഒരു ഫോളോ അപ്പ് മുമ്പോട്ട് നടന്നിട്ടില്ല. ഇത് നടക്കുന്നില്ല എങ്കിൽ ജനകീയ പ്രക്ഷോഭവും റോഡടക്കം ഉപരോധിക്കുന്ന നടപടിയിലേക്ക് നാട്ടുകാർക്ക് പോകേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണേണ്ടി വരും. എടച്ചാക്കൈ, വളാൽ, ഉദനൂർ, മുതിരക്കുവൽ പ്രദേശങ്ങളിലെ നെൽവയലുകളിലേക്ക് വെള്ളമെത്തുന്ന എടച്ചാക്കൈ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ തകർച്ച പരിഹരിക്കാൻ വേഗത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പടന്ന പഞ്ചായത്ത് അധികൃതരെയും തുടർന്ന് തൃക്കരിപ്പൂർ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും നേരിൽ കാണാനും നിവേദനങ്ങൾ നൽകാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉർമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സഫയർ ഫ്യൂച്ചർ അക്കാദമി നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയുടെ സഹകരണത്തോടെ സഫയർ ഫ്യൂച്ചർ അക്കാദമി നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും മോഡൽ +1 സ്റ്റഡി മെറ്റീരിയലും നൽകി ആദരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ
ഇവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് വളരെ കുറവാണ്. ആ മാറ്റമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നാടിന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് കാസർഗോഡ് നഗരസഭ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാസർഗോഡ് പ്രദേശത്തുള്ള നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ A+ വാങ്ങിയ അതിൽ ഫുൾ A+ ഉണ്ടാവും, അതിനേക്കാൾ കുറച്ചതുണ്ടാവും, അതിനേക്കാളും കുറച്ചതുണ്ടാവും. എങ്കിലും അവർക്കൊക്കെ ഇതിൻ്റെ ഒരു പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി അവരെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ടാലൻറ്റുകൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് കാസർഗോഡ് നഗരസഭയ്ക്കുള്ളത്. സഫേർ സ്കോളർഷിപ്പ് പരീക്ഷാ കോർഡിനേറ്റർ ഡോക്ടർ PT ഉഷ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷംസീദ ഫിറോസ്, ഖാലിദ് പച്ചക്കാട്, ആസിഫ് സഹീർ, റീത്ത R, രജനി K, സിയാന ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. 10ന് ശേഷം വേണ്ട കരിയർ പ്ലാനിംഗ്, വിവിധ കോഴ്സ്, മോട്ടിവേഷൻ എന്നിവയും സംഘടിപ്പിച്ചു. പ്രമുഖ എൻട്രൻസ് വിദഗ്ധൻ PSK എന്നറിയപ്പെടുന്ന ഡോക്ടർ T സുരേഷ് കുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 28 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സഫേറിന് കേരളത്തിൽ മാത്രം 20 ശാഖകളാണ് ഉള്ളത്. കാസർഗോഡ് കളക്ട്രേറ്റിന്റെ എതിർവശത്തുള്ള ചിന്മയ കോംപ്ലക്സിലാണ് നിലവിൽ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. 8, 9, 10, +1, +2 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് എന്നിവയും സഫേറിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ജസ്റ്റിൻ, അലക്സ്, ഷൈന പവിത്രൻ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാമൂഹിക ദ്രോഹികളെയും ലഹരി മാഫിയയെയും നിലയ്ക്ക് നിർത്താൻ CCTV ക്യാമറകൾ സ്ഥാപിച്ച് കേളുഗുഡ്ഡെ കൂട്ടായ്മ. കേളുഗുഡ്ഡയിലും പരിസരങ്ങളിലുമായാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. മറ്റ് പ്രദേശങ്ങൾക്ക് മാതൃകയാക്കുവാൻ പറ്റുന്ന പ്രവർത്തനമാണ് കേളുഗുഡ്ഡെ കൂട്ടായ്മ നടപ്പിലാക്കിയത്. ഈ പദ്ധതിയുടെയും CCTV ക്യാമറകളുടെയും ഉദ്ഘാടനം കാസർഗോഡ് DYSP CK സുനിൽകുമാർ നിർവഹിച്ചു. നാട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനായുള്ള ഇടപെടലുകൾ നടത്തുന്നവരാണ് കേളുഗുഡ്ഡെ കൂട്ടായ്മ അംഗങ്ങൾ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് CCTV ക്യാമറകൾ പ്രദേശത്ത് സ്ഥാപിച്ചത്. കേളുഗുഡ്ഡെ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഈ പദ്ധതിയുടെയും CCTV ക്യാമറകളുടെയും ഉദ്ഘാടനം കാസർഗോഡ് DYSP CK സുനിൽകുമാർ നിർവഹിച്ചു. നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ കുറ്റം ചെയ്യാനുള്ള പ്രവണത നമ്മൾ കുറയുകയുള്ളൂ. ആരും ഒന്നും കാണുന്നില്ല, എന്നെ ആർക്കും ചെയ്യാനില്ല എന്നുള്ള തോന്നലുകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടും. പ്രത്യേകിച്ച് സംഖ്യ ഒരിക്കലും വർദ്ധിച്ചിട്ടില്ല, മറിച്ച് നമ്മുടെ ജനങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. പണ്ട് 1000 ജനങ്ങൾക്കൊരു പോലീസ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറി, ഒരാൾക്ക് 10 പോലീസ് വേണം എന്ന്. അപ്പോൾ ഈ അംഗസംഖ്യ വർദ്ധിപ്പിക്കാത്ത കാലത്തോളം ഈ നിരീക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും വേറെ മാർഗങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിരീക്ഷണം എന്നുള്ളത് അത്തരം നൂതനമായ മാർഗങ്ങളിലൂടെ നമുക്ക് സാധ്യമാക്കാവുന്ന ഒന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ CCTV. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേളുഗുഡ്ഡെ കൂട്ടായ്മ അംഗങ്ങളായ മഹേഷ് സ്വാഗതവും സിയാദ് നന്ദിയും പറഞ്ഞു. നാട്ടിൽ സമാധാനാന്തരീക്ഷം തകർക്കുന്ന പ്രശ്നമുണ്ടായതിനെ തുടർന്ന് 4 മാസങ്ങൾക്ക് മുൻപാണ് കേളുഗുഡ്ഡെ കൂട്ടായ്മ നാട്ടിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. നാട്ടിലെ സമാധാനത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു ഇത്. നേരത്തെ ജില്ലാ പോലീസ് ചീഫായിരുന്ന D ശില്പ IPSൻ്റെയും കാസർഗോഡ് DYSP CK സുനിൽകുമാറിൻ്റെയും നിർദ്ദേശം കൂടി ലഭിച്ചതോടെ ക്യാമറകൾ സ്ഥാപിക്കുവാൻ തുടങ്ങുകയായിരുന്നു. കേളുഗുഡ്ഡയിലും പരിസരങ്ങളിലുമായി 21 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ കേളുഗുഡ്ഡെ ജംഗ്ഷനിൽ ഉൾപ്പെടെ 7 ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 14 ഇടങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് കൂട്ടായ്മ അംഗങ്ങൾ വ്യക്തമാക്കി. നാട്ടുകാരുടെ ചിലവിലാണ് എല്ലായിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് നിന്നായിരിക്കും ക്യാമറകൾ നിരീക്ഷിക്കുക. ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ മറ്റു പ്രദേശങ്ങൾക്ക് മാതൃകയാക്കുവാൻ പറ്റുന്ന പ്രവർത്തനമാണ് കേളുഗുഡ്ഡെ കൂട്ടായ്മ നടപ്പിലാക്കിയത്. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, അബ്ദുൽ സലാം, മഹേഷ്, സിയാദ്, സിദ്ദിഖ്, ഷാഹുൽ ഹമീദ്, ജമാൽ, സത്താർ, ഹനീഫ്, നൌഫൽ, നാസി, ഹാരിസ്, നച്ചു, റൈമു തുടങ്ങി നിരവധി പേരാണ് ഈയൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ദുബായ് KMCC ഉദുമ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ കൗൺസിൽ മീറ്റിംഗ് വെസ്റ്റ് ബസൻ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സമൂഹത്തിൻ്റെ ശബ്ദവും ശക്തിയുമായ കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ ദൗത്യബോധത്തോടെ മുന്നേറുകയാണെന്നും പ്രവാസികളുടെ അവകാശങ്ങൾക്കായി നാട്ടിലും നിരന്തരമായി പ്രവർത്തിക്കുന്ന KMCCയുടെ പ്രവർത്തനങ്ങൾക്ക് യുവതലമുറ നൽകുന്ന പിന്തുണ അഭിനന്ദനാർഹമാണെന്നും മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സലാം കന്യപ്പാടി പറഞ്ഞു. ഷാനവാസ് ഷാഫി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫഹദ് മൂലയിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹനീഫ് TR, ഇസ്മായിൽ നാലാം വാതുക്കൽ, റഫീഖ് മാങ്ങാട്, ഇബ്രാഹിം ബെരിക്ക, റിസ്വാൻ കളനാട്, മുഹമ്മദ് കുഞ്ഞി ചെമ്പരിക്ക, നിസാർ മാങ്ങാട്, അസ്ലം കോട്ടപ്പാറ, ഉബൈദ് അബ്ദുല്ലഹിമാൻ, ആരിഫ് ചെരുമ്പ, ഷിഹാബ് പരപ്പ, സുബൈർ മാങ്ങാട്, ബഷീർ പള്ളിപ്പുഴ, ഫറാസ് മേൽപ്പറമ്പ, ഷാഫി CM, അബ്ദുല്ലഹിമാൻ മാങ്ങാട്, അബ്ദുൽ ഖാദർ കണ്ണംകുളം, ഇബ്രാഹിം കൗവൽ, അഷ്റഫ് മൊട്ടയിൽ, ഹസൈനാർ മാങ്ങാട്, അസ്ലം കോട്ടിക്കുളം എന്നിവർ സംസാരിച്ചു. മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർമാരായ മുനീർ പള്ളിപ്പുറം, റഷീദ് ബേക്കൽ എന്നിവർ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ യോഗം നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് വെച്ചാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പിണറായി കാലം കലികാലം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് അസീസ് കുളത്തൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സഹിർ ആസിഫ് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. യാത്ര നടത്തിയപ്പോ മുഖ്യമന്ത്രിയാകെ കണ്ടത് വിഐപികളെ മാത്രമാണ്. വിഐപികൾ എനിക്ക് അറിഞ്ഞുകൂടാ. വിഐപികളെ മാത്രമാണ് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടത്. സാധാരണക്കാരായ ഒരു മനുഷ്യനെയും കാണാൻ അയാൾ കൂട്ടാക്കിയില്ല. വിഐപിമാർക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി അടിസ്ഥാന വർഗത്തെ വിസ്മരിക്കുന്ന ഒരു ഭരണകൂടം. ഈ മാവേലി സ്റ്റോറിലൊക്കെ ചുവന്ന അരി ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് ഞാൻ അരി വാങ്ങിയത് 22 രൂപ 50 പൈസക്കാണ്. മിനിഞ്ഞാന്ന് ഞാൻ അരി വാങ്ങാൻ പോയപ്പോ 47 രൂപ 50 പൈസയാണ് 1 കിലോ അരിക്ക്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമിതി അംഗം TB കബീർ, MP ജാഫർ, KK ബദറുദ്ദീൻ, C മുഹമ്മദ് കുഞ്ഞി, MB ഷാനവാസ്, MC ഷിഹാബ്, MA നജീബ്, ഹാരിസ് തായൽ, ഷംസുദ്ദീൻ, MP നൌഷാദ്, റഹ്മാൻ ഗോൾഡൻ, നദീർ കൊത്തിക്കാൽ, കരീം കല്ലൂരാവി, റമീസ് ആറങ്ങാടി, സലീൽ പടന്ന, റൌഫ് ബായ്ക്കര, സിദ്ദീഖ് ദണ്ഡഗോളി, മജീദ് പച്ചമ്പള, നിഷാം പട്ടേൽ, ജലീൽ തുരുത്തി, ജബ്ബാർ ചിത്താരി, റഷീദ് ഗസാലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ പഴയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ആളുകൾ വീണ സംഭവം. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് 2 മാസം മുൻപാണ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടത്. കനത്ത മഴയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. കുഴിയിൽ സ്ത്രീകളടക്കം നിരവധി യാത്രക്കാർ വീണു. നിർമ്മാണം നടക്കുന്ന സ്റ്റാൻഡ് പൂർണ്ണമായും തുറന്നിട്ട നിലയിലായതിനാൽ ആളുകൾ ഇതുവഴി കാൽനടയായി യാത്ര ചെയ്യാറുണ്ട്. ശുചിമുറിയിലേക്കും ചില കടകളിലേക്കും പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡ് കടക്കണം. കഴിഞ്ഞ 3-ാം തീയതി DYSP വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്കൂൾ തുറക്കുന്നതിനാലും കാലവർഷം അടുത്തതിനാലും എത്രയും വേഗം പണി തീർത്ത് ബസ് സ്റ്റാൻഡ് തുറക്കാൻ തീരുമാനമായിരുന്നു. തീരുമാനമെടുത്തതിന്റെ പിറ്റേ ദിവസം പണി തുടങ്ങി. 1 ആഴ്ച കൊണ്ട് കിളച്ചെടുത്തു. ഡ്രെയിനേജിന് കുഴിയും എടുത്ത ശേഷം പണി നിർത്തിയതായി പരാതി ഉയർന്നു. ഇതില് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴിയുണ്ടോന്നില്ല ആർക്കും അറിയുന്നില്ല. അപ്പൊ നടന്നു വരുന്ന ആൾക്കാർ ഏകദേശം വീഴുന്നു. ഇവരെ ഷോപ്പിന്റെ മുമ്പിൽ ഇന്നലെ ഒരാൾ അപ്പുറത്തൊരു പെണ്ണുങ്ങൾ വീണിട്ട് കാലെല്ലാം ഫ്രാക്ചർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ വയസ്സായ ഒരാൾ ഇന്നലെ വീണു. അയാളെ വൃത്തിയാക്കി കൊടുക്കും. ഞാൻ കൈ പിടിച്ച് എഴുതി അവിടുന്ന് വൃത്തിയാക്കി കൊടുക്കുന്ന ടീം വേണം. ഞങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. അത്രയ്ക്ക് വിഷമമായിരുന്നു. രാവിലെ ഒരാൾ വീണു. ഒരാൾ എന്തോ ബസ്സിന് സമയം എന്തോ ചോദിക്കാൻ വേണ്ടി ആ കുഴിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അത് മുനിസിപ്പാലിറ്റിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് ദിവസത്തേക്ക് മൂടിത്തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് JCB വിളിച്ചിട്ട് ഒന്ന് ലെവലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞി ഉള്ളിലേക്ക് കയറുന്നില്ല. ബസ് സ്റ്റാൻഡ് ഏരിയയിലേക്ക്. ഈ ഒരു ഏരിയയിലെ ആൾക്കാർക്കൊന്നും ഒരു കച്ചവട കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലായില്ലത്. ആത്മഹത്യൻ്റെ വക്കിലാണ് എല്ലാ കച്ചവടക്കാരും ഇല്ലത്. അപ്പോൾ അത് ഒന്ന് ലെവലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്.
സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാലവർഷം എത്തിയ സാഹചര്യത്തിൽ പെട്ടെന്ന് പണി തീർത്ത് സ്റ്റാൻഡ് തുറന്നു കൊടുത്തില്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടാകും. 1000-ൽ പരം കുട്ടികൾ ബസ് സ്റ്റാൻഡ് വഴിയാണ് സ്കൂളിൽ പോകുന്നത്. ആളുകൾ കുഴിയിൽ വീണ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. കാഞ്ഞങ്ങാട് സ്വദേശി പി നവീൻ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബല്ല ഈസ്റ്റ് UP സ്കൂൾ 1979-80 ബാച്ച് സ്നേഹസംഗമം നടന്നു. 46 വർഷത്തെ സൗഹൃദവും സ്നേഹവും ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത് മടങ്ങുമ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ചെമ്മട്ടം വയൽ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1979-80 വർഷത്തെ 7ാം ക്ലാസ്സിൽ പഠനം പൂർത്തീകരിച്ച പഠിതാക്കളുടെ കുടുംബസംഗമം നടന്നു. ഇന്ത്യക്കകത്തും പുറത്തും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 40 പഠിതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 100ഓളം ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. സിനിമാ താരം സുനിൽ സൂര്യ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം ദാക്ഷായണി സ്വാഗതവും ട്രഷറർ പി രാജൻ നന്ദിയും പറഞ്ഞു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തിരുവാതിര, സിനിമാ ഗാനം, ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഉപ്പളയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരണപ്പെട്ട സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നാട്. കണ്ണൂർ വാരം സ്വദേശിനിയായ ഷാഹിനിയാണ് മരിച്ചത്. LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ UDF നേതൃത്വത്തിൽ കരിങ്കൊടിയേന്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അപകട ഭീഷണി ഉയർത്തി പടന്ന ഇടച്ചാക്കൈ IT തീരദേശ റോഡിലെ കലുങ്ക്. നിത്യേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കലുങ്കിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. സഫയർ ഫ്യൂച്ചർ അക്കാദമി നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ SU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. ശക്തമായ മഴയിൽ കാസർഗോഡ് മതിലിടിഞ്ഞു വീണു. ചെമ്മനാട് മുത്തനാട് M നാരായണൻ നായരുടെ വീട്ടിലേക്കുള്ള റോഡിനായി നിർമ്മിച്ച മതിലാണ് ഇടിഞ്ഞു വീണത്. സാമൂഹിക ദ്രോഹികളെയും ലഹരി